blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ കാണും. അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ജ്യോതി പ്രകാശ്, തൻ്റെ ഭാര്യ ആഷയുടെ ബർത്ത്ഡേ ഇന്നാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആഷ. എല്ലാവരും ചേർന്ന് ആ സഹോദരി അനുഗ്രഹിക്കുക. ജ്യോതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനും അതുപോലെ ജോലിയിൽ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി. തൃശ്ശൂരിൽ നിന്നുള്ള കല്യാണി, മകന് കടബാധ്യതകൾ മാറാനും കിഡ്നി സ്റ്റോൺ പൂർണ്ണമായും അതിൽ നിന്ന് സൗഖ്യം ലഭിക്കാൻ, യൂറിനറി ഇൻഫെക്ഷൻ സൗഖ്യമാകാൻ. ജിൽസി കുര്യൻ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നു. ഒരു കുഞ്ഞുണ്ടാകാനും നല്ല ജോലി ലഭിക്കാനും വേണ്ടി. അനിൽ തോമസ്, തനിക്കും തൻ്റെ ഭാര്യ ഷാലിമയ്ക്കും കുഞ്ഞുങ്ങളുണ്ടാകാനും നല്ല ഒരു ജോലി ലഭിക്കാനും വേണ്ടി. കാട്ടാക്കടയിൽ നിന്നുള്ളൊരു സഹോദരി, വീടിൻ്റെ പണികൾ പൂർത്തിയാകാൻ, എത്രയും വേഗം പൂർത്തിയാകാനും സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാനും വേണ്ടി. വസന്തകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മകൾ സൗമ്യയുടെ വിവാഹത്തിന് വേണ്ടിയും ഇപ്പോഴത്തേതിനേക്കാൾ നല്ല ഒരു ജോലി ലഭിക്കാനും വേണ്ടി. ഷാർജയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മകൾക്ക് വളരെ യോജിച്ച ഒരു ജീവിത പങ്കാളി ഉണ്ടാകാനും നല്ലൊരു ഭാവി ഉണ്ടാകാനും വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കാം. കർത്താവേ, അനേകർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രയും വേഗം ഈ വിഷയങ്ങൾക്ക് അങ്ങ് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകളിലേക്ക് ഈ വിഷയങ്ങൾ ഞങ്ങൾ കൈമാറിയിരിക്കുന്നു. എത്രയും വേഗം മറുപടി ലഭിച്ചു എന്ന വാർത്ത കേൾക്കാൻ ഞങ്ങൾക്കേവർക്കും അങ്ങടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവ് അതിൽ പ്രസാദിച്ചതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ എക്സാമിനെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഉത്തരം കിട്ടാതെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, ഓർമ്മയുടെ ആത്മാവായി വന്ന് ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയം അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും കർത്താവിൻ്റെ സഹായം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നല്ല ആരോഗ്യത്തോടെ പോകാനും തിരികെ വരാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല മാർക്ക് കർത്താവ് കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇന്ന് പരീക്ഷ എഴുതുന്ന ഓരോ വിദ്യാർത്ഥിയെയും അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബെസ്റ്റ് വിഷസ് സ്റ്റുഡൻസ്. റൈറ്റ് യുവർ എക്സാംസ് വെൽ. പാലക്കാട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 27 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലക്കാട്. കണ്ണൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാർച്ച് 28 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പാപ്പിനിശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, കല്യാശ്ശേരി, കണ്ണൂർ. സഹോദരിയുടെ പേര് ടെസ്സി എന്നാണ്. തൻ്റെ ഹസ്ബൻഡ് ജോർജാണ് സമീപത്തുള്ളത്. ഈ സഹോദരൻ 7 മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ എറണാകുളം ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈക്ക് വളരെ സ്പീഡിൽ വന്ന് ഈ സഹോദരനെ ഇടിക്കുകയും താൻ തലയടിച്ച് വീഴുകയും ചെയ്തു.
അതിനെ തുടർന്ന് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. താൻ പറയുന്നത് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം താൻ ആ ആക്സിഡൻറ്റ് മുതൽ തുടർന്നുള്ള നിമിഷങ്ങളൊന്നും തനിക്ക് ഓർമ്മയില്ല, താൻ അബോധാവസ്ഥയിലായി. എന്നാൽ സഹോദരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും പറയാൻ സാധിക്കുകയില്ല, 48 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും ഒരു റിപ്ലൈ തരാൻ പറ്റുകയുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. താൻ പറഞ്ഞു തൻ്റെ തല പൊട്ടുകയും ചെവിയുടെ പിൻഭാഗത്തുള്ള അസ്ഥികൾ ഒടിയുകയും ചെയ്തു. മാത്രമല്ല തൻ്റെ ഒരു കൈ തളർന്നതുപോലെ, അനക്കാൻ പറ്റാത്ത പോലെയായി, താൻ കിടന്ന കിടപ്പായി പോയി. ഡോക്ടേഴ്സ് അതിനുശേഷം ചികിത്സിച്ചിട്ട് പറഞ്ഞു 2.5 വർഷമെങ്കിലും എടുക്കും ഇദ്ദേഹം നോർമൽ ലൈഫിലേക്ക് വരാൻ, നടക്കാനോ എന്തെങ്കിലും ചെയ്യാൻ. 2.5 വർഷം ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞു. ഉടൻ തന്നെ നമ്മുടെ ചർച്ചിലുള്ള ഇവരുടെ ബന്ധുമിത്രാദികളെല്ലാവരും നമ്മുടെ കോൾ സെൻറ്ററിലും അതുപോലെ എല്ലാവരെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. ബ്രദർ ഡാമിനെ അറിയിച്ചു, നമ്മുടെ ശുശ്രൂഷകന്മാരെ അറിയിച്ചു. എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മുഖാന്തരം ഇവർ പറയുന്നത് യേശു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് അത്ഭുതം. 3 ആഴ്ചയ്ക്കുള്ളിൽ ഇദ്ദേഹം എഴുന്നേൽക്കുവാൻ തുടങ്ങി, നടക്കുവാൻ തുടങ്ങി. വലിയ ഫാസ്റ്റായിട്ടുള്ള റിക്കവറി കർത്താവ് കൊടുത്ത് സഹോദരനെ അനുഗ്രഹിച്ചു. മാത്രമല്ല അത് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ഈ കുടുംബ സുവിശേഷം കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു അനുഭവത്തോടു കൂടി യേശുവിനെ കൂടുതൽ രുചിച്ചറിയാനും യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കാനും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഇവർ കുടുംബമായി വരുന്നു. ഇവരുടെ 2 ആൺമക്കൾ നമ്മുടെ ഹിസ്റ്ററി മേക്കേഴ്സിൽ വളരെ ആക്റ്റീവായിട്ട് കർത്താവിന് വേണ്ടി ഇപ്പോൾ വേല ചെയ്യുകയാണ്. ഹല്ലേലൂയ. വലിയ സന്തോഷമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ വല്ലപ്പോഴുമൊക്കെയാണ് ഇവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണുമ്പോൾ കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ പോലും അത് ദൈവം നന്മയ്ക്കാക്കി തീർക്കുകയാണ്. ചില സങ്കടങ്ങൾ കർത്താവ് നന്മയ്ക്കാക്കി തീർക്കും, ചില രോഗങ്ങൾ കർത്താവ് നന്മയ്ക്കാക്കി തീർക്കും. ചില പ്രശ്നങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ ദൈവം എന്നെ കൈവിട്ടുവോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടായിരിക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല, പകരം ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചിരിക്കുകയാണ് കർത്താവ്. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയിനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ, അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. രക്തത്തിൻ തുള്ളികൾ തെറിച്ച് ക്രൂശതിൽ, അതിലോരോ തുള്ളികൾക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. The Bible says this promise still stands. ദൈവത്തിന്റെ വചനം പറയുന്നു ഈ വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നു. Next verse, verse number 2, for we also have had the gospel preached to us just as they did. But the message they heard was of no value to them because those who heard did not combine it with faith. അവരെ പോലെ നാമും ഒരു സുവാർത്ത കേട്ടവരാണ്, എന്നാൽ തങ്ങൾ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെടാതെ പോയി. കാരണം കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല. Paul is speaking about the Old Testament people. ഇവിടെ പൗലോസ് പഴയ നിയമത്തിലെ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. In the Old Testament they heard a good news. പഴയ നിയമത്തിലും അവർ ഒരു സുവാർത്ത കേട്ടു. Hello. Not only the New Testament people, in the Old Testament also they heard the gospel in a different way. There was an Old Testament version of the gospel. പുതിയ നിയമത്തിലുള്ള ആളുകൾ മാത്രമല്ല, പഴയ നിയമത്തിലുള്ള ആളുകളും സുവിശേഷം മറ്റൊരു വിധത്തിൽ അവർ കേട്ടതാണ്. അതൊരു പഴയ നിയമത്തിലെ ഒരു രീതിയായിരുന്നു. I think in Galatians chapter 3 it says Abraham also was preached a gospel. അവിടെ എനിക്ക് തോന്നുന്നു ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് സുവിശേഷം പ്രസംഗിച്ചു. He also came to know a version of the gospel. അവനും സുവിശേഷത്തിന്റെ ഒരു പ്രത്യേക പരിവർത്തനം കേട്ടവനാണ്. Hallelujah. Hallelujah. So
this gospel is for everyone. ഈ സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. It was not revealed as it is revealed today. ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വെളിപ്പെട്ടിരിക്കുന്നത് പോലെ അന്ന് വെളിപ്പെട്ടിരുന്നില്ല. So in those days they also heard the message. അന്നത്തെ കാലഘട്ടത്തിലും അവർ ഈ സന്ദേശം കേട്ടു. But all of them, listen to me, all of them did not enter the rest of God. പക്ഷേ അവരിൽ ആരും ദൈവത്തിന്റെ ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. Why? എന്തുകൊണ്ട്? Because they did not combine the message with their faith. അവർ ആ സന്ദേശത്തെ അവരുടെ വിശ്വാസവുമായി കൂട്ടിച്ചേർത്തില്ല. If you are not mixing this message with your faith, you will not enter the rest offered by God. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസവുമായി നിങ്ങൾ കൂട്ടിച്ചേർത്തില്ലെങ്കിൽ നിങ്ങൾ ദൈവം നൽകുന്ന ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾക്കും കടക്കുവാൻ കഴിയുകയില്ല. ഒന്നുകൂടി പറ ബ്രദറെ. ഇന്ന് ഇവിടെ കേൾക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ കൂട്ടിച്ചേർത്തില്ലെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്ന ആ സ്വസ്ഥതയിലേക്ക് നിങ്ങൾക്കും കടക്കുവാൻ കഴിയുകയില്ല. Verse number 3. Now we who have believed enter that rest. എന്നാൽ മൂന്നാമത്തെ വചനം പറയുന്നു, വിശ്വസിച്ചവരായ നാമാണ് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളുടെ കാര്യമാണ് പറയുന്നത്. Amen. We are the ones who are going to enter that rest. In the Old Testament they could not, but in the New Testament we will. പഴയ നിയമത്തിൽ അവർക്കത് കഴിഞ്ഞില്ല, എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് വിശ്വസിക്കുന്നവരായ നമ്മളാണ് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. A life in Christ is a restful life. ക്രിസ്തുവിലുള്ള ജീവിതം സ്വസ്ഥതയിലുള്ള ജീവിതമാണ്. Say it again. ക്രിസ്തുവിലുള്ള ജീവിതം സ്വസ്ഥതയുള്ള ജീവിതമാണ്. Hallelujah. Hallelujah. Praise God. Praise the Lord. Hallelujah. Hallelujah. എന്റെ കർത്താവേ, എന്തിനിങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് തന്നു? ഇവൻ അങ്ങോട്ട് വേഗം എടുത്തേക്കണേ. എന്തിനിങ്ങനെ പിള്ളേരെ എനിക്ക് തന്നു? നല്ലതിനെ തന്നൂടായിരുന്നോ? എങ്കിനിങ്ങനെ ഒരു ജോലി എനിക്ക് തന്നു? So many complaints and struggles. But when you are in Christ, you don't need to curse your husband, you don't need to curse your wife or children or your father-in-law or mother-in-law. In Christ, God has offered a rest. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ പഴിക്കേണ്ട ആവശ്യമില്ല, ഭാര്യയെയും കുഞ്ഞുങ്ങളെയും പഴിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിലുള്ളവർക്ക് ദൈവം ഒരു സ്വസ്ഥത വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. Verse number 4, for somewhere he has spoken about the seventh day in these words. And on the seventh day, God rested from all his work. നാലാമത്തെ വചനം, ഏഴാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും വിശ്രമിച്ചു എന്നും ഏഴാം നാളിനെ കുറിച്ച് അവിടുന്ന് ഒരിടത്ത് പ്രസ്താവിക്കുന്നു. Verse number 5, and again in the passage above he says, they shall never enter my rest. അവർ എൻ്റെ സ്വസ്ഥതയിൽ കടക്കുകയില്ല എന്ന് മേലുദ്ധരിച്ച ഭാഗത്ത് വീണ്ടും പ്രസ്താവിക്കുകയും ചെയ്യുന്നു. So finally God was angry with the people of Israel because they did not believe him, and he said you will never enter my rest. അങ്ങനെ അവസാനം ദൈവം ഇസ്രായേൽ മക്കൾക്കെതിരെ വളരെ കോപിഷ്ഠനായി അവൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എൻ്റെ സ്വസ്ഥതയിൽ കടക്കുകയില്ല. Verse 6, it still remains that some will enter the rest, and those who formerly had the gospel preached to them did not go in because of their disobedience. ചിലർ അതിൽ പ്രവേശിക്കുവാൻ അവസരം ശേഷിച്ചിരിക്കയാലും മുൻപ് ഈ സുവാർത്ത കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും. Therefore God again set a certain day, calling it today, when a long time later he spoke through David, as was said before, today ye hear his voice, do not harden your hearts. ഇവിടെ പറഞ്ഞതുപോലെ ദീർഘകാലത്തിന് ശേഷം ദാവീദ് മുഖാന്തിരം ഇന്ന് എന്നൊരു ക്ലിപ്ത ദിവസം ദൈവം പിന്നെയും വെച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്നാണ് ദാവീദ് സംസാരിച്ച വചനം. Hallelujah. ഹല്ലേലൂയ. I will explain this, but let me read verse number 8 also. For if Joshua had given them rest, God would not have spoken later about another day. ഞാൻ ഈ വചനങ്ങൾ പിന്നീട് വിശദീകരിക്കാം, എന്നാൽ ഞാൻ വായിക്കട്ടെ. യോശുവ അവർക്ക് വിശ്രമം നൽകിയിരുന്നുവെങ്കിൽ പിന്നീട് മറ്റൊരു ദിവസത്തെക്കുറിച്ച് ദൈവം അരുളി ചെയ്യുകയില്ലായിരുന്നു. What do you understand?
എന്തു മനസ്സിലായി? After Moses came Joshua. മോശയ്ക്ക് ശേഷം യോശുവ കടന്നു വന്നു. Moses died on the peaks of Mount Nebo. മോശ നെബോ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരിക്കുവാനിടയായി. Then it was Joshua's turn. He was taking the people to the land of Canaan. മോശയ്ക്ക് ശേഷം യോശുവയാണ് ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തേക്ക് നയിച്ചത്. But these people did not enter the real rest of God. പക്ഷേ ഈ ജനം ഒരിക്കലും ദൈവത്തിന്റെ യഥാർത്ഥമായ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചില്ല. Because even in the land they had to fight against the Canaanites and Jebusites and so many other Gentile people. കാരണം കനാൻ ദേശത്ത് വാഗ്ദത്ത നാട്ടിൽ എത്തിയ ശേഷവും അവർക്ക് യെബൂസ്യർ, കനാന്യർ എങ്ങനെ ഒത്തിരി ജാതികളുമായിട്ട് എപ്പോഴും തുടർമാനമായ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. Always fighting. എപ്പോഴും യുദ്ധങ്ങൾ, Struggle. ഒത്തിരി കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ. They could not enter the rest of God. അവർക്കൊരിക്കലും ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. But പക്ഷേ today, ഇന്ന് God said later through David, today if you hear my voice, do not rebel against it. അവിടെ ദാവീദിലൂടെ അവൻ അരുളി ചെയ്തു, ഇന്ന് നിങ്ങൾ ആ സന്ദേശം കേൾക്കുകയാണെങ്കിൽ അതിനെതിരെ മത്സരിക്കരുത്. Hallelujah. ഹല്ലേലൂയ. ഈ വർഷത്തെ ബ്ലെസ്സിംഗ് ടുഡേ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസിലേക്ക് എല്ലാ കൗമാരപ്രായക്കാരെയും അതുപോലെ യുവജനങ്ങളെയും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. മാതാപിതാക്കളോട് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള ടീൻസിലുള്ള യൂത്ത്സിലുള്ള നിങ്ങളുടെ മക്കളെ തീർച്ചയായും ഈ കോൺഫറൻസിലേക്ക് വിടണം. കാരണം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യുവജനങ്ങൾക്ക് വേണ്ടിയും ടീൻസിലുള്ളവർക്ക് വേണ്ടിയും കൊടുക്കുവാൻ ശക്തിയേറിയ ചില സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 16 വയസ്സുള്ളപ്പോൾ കൗമാരപ്രായത്തിലിരിക്കുമ്പോഴാണ് യേശുവുമായുള്ളൊരു എൻകൗണ്ടർ എനിക്കുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ വലിയ വിപ്ലവകരമായ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഓരോ അതുപോലെ ആ പ്രായത്തിലുള്ള കുട്ടികളെയും യേശു തൊടും. അവർക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകും, അവരുടെ പഠനത്തിൽ, ഭാവിയിലേക്കുള്ള അവരുടെ കരിയർ, അതുപോലെ അവർ തിരഞ്ഞെടുക്കേണ്ട പാത, അതിനെല്ലാം ഗൈഡൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ള ചില ക്ലാസ്സുകളും ചില ഗൈഡ് ലൈൻസും എല്ലാം ഈ കോൺഫറൻസിൽ നൽകുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ തന്നെ പല സെഷനുകൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുക. അതുപോലെ ടീൻസിലും യൂത്ത്സിലുമുള്ള എല്ലാവരെയും ഞാൻ എൻകറേജ് ചെയ്യുന്നു, പ്ലീസ് ഡു കം ആൻഡ് ഗെറ്റ് ബ്ലെസ്ഡ്. I believe Jesus will touch you personally and He will change your life and He is going to give you a very, very good future. When we hear the word of God, നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ we should listen to that and we should believe it. നമ്മൾ അത് കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യണം. Hallelujah. ഹല്ലേലൂയ. And if you believe, നിങ്ങൾ വിശ്വസിച്ചാൽ you will enter the rest given by God. ദൈവം നൽകുന്ന ഈ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ആമേൻ. Hallelujah. ഹല്ലേലൂയ. So Joshua failed to give them rest. യോശുവയ്ക്ക് അവർക്ക് സ്വസ്ഥത നൽകുവാൻ കഴിഞ്ഞില്ല. But Jesus is successful in giving rest to people. എന്നാൽ യേശു ജനങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കുന്ന കാര്യത്തിൽ അവൻ വിജയിച്ചവനാണ്. Hallelujah. ഹല്ലേലൂയ. Joshua and Jesus is the same name in Hebrew. എബ്രായ ഭാഷയിൽ യോശുവ എന്നുള്ള പേരും യേശു എന്നുള്ള പേരും ഒന്നാണ്. But പക്ഷേ Joshua is simply a man. യോശുവ സാധാരണ ഒരു മനുഷ്യനാണ്. Jesus is the Son of God. എന്നാൽ യേശു ദൈവപുത്രനാണ്. He is God himself. അവൻ ദൈവം തന്നെയാണ്. He can carry all our struggles. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വഹിക്കുവാൻ അവന് And കഴിയും. he can let us go free. നമ്മളെ സ്വതന്ത്രരാക്കി വിടുവാൻ അവന് കഴിയും. Hallelujah. ഹല്ലേലൂയ. Verse number 9 says, there remains then a Sabbath rest for the people of God. 9-ാമത്തെ വചനം, അതിനാൽ ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. Say it again. ആകയാൽ ദൈവജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. This is about us. ഇത് നമ്മളെ കുറിച്ചാ പറയുന്നേ. God gives us a Sabbath rest to his children today. ദൈവം തൻ്റെ ജനത്തിന് ഒരു ശബത്തിന്റെ സ്വസ്ഥത അല്ലെങ്കിൽ ഒരു ശബത്തിന്റെ അനുഭവം വച്ചിരിക്കുന്നു. Next verse, for anyone who enters God's rest also rests from his work.
just as God did from his. 10ാം വചനം, ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് സ്വസ്ഥനായതുപോലെ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവനും തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിച്ചിരിക്കുന്നു. The Bible says, വചനം പറയുന്നു, when the creation was going on, ദൈവം സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ, look at me, look at me, look at എന്നെ me. നോക്കൂ, എന്നെ നോക്കൂ, It is a wonderful story. ഇത് നല്ലൊരു കഥയാണ്. After creating everything in 6 days, the 7th day, God rested from his work. ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ 6 ദിവസം കൊണ്ട് അവൻ സകലവും സൃഷ്ടിച്ച് പൂർത്തിയാക്കി 7ാം ദിവസം അവൻ വിശ്രമിച്ചു. Hallelujah. ഹല്ലേലൂയ. So on the 7th day, he rested. 7ാം ദിവസം അവൻ വിശ്രമിച്ചു. In the same way, അതുപോലെ തന്നെ people of God also can stop working and rest on the 7th day. That means Sabbath rest. അതുപോലെ തന്നെ ദൈവമക്കൾക്കും ശാബത്ത് ദിവസം ജോലികൾ നിർത്തി പ്രവർത്തിക്കുന്നത് നിർത്തി സ്വസ്ഥതയിൽ പ്രവേശിക്കാം. Let me finish with that verse number 11. Let's therefore make every effort to enter that rest. 11ാം വചനം, അതിനാൽ അനുസരണക്കേടിന്റെ അതേ ദൃഷ്ടാന്തം പിന്തുടർന്ന് ആരും വീണു പോകാതെ ആ വിശ്രമത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് അധ്വാനിക്കാം. Hallelujah. ഹല്ലേലൂയ. We should try our level best to enter the rest given by God. ദൈവം നൽകുന്ന ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനായി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. One more big hallelujah. വലിയ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. I'm not speaking about a weekly Sabbath here. ഞാൻ ഇവിടെ ആഴ്ചതോറുമുള്ള ശബത്തിനെ കുറിച്ചല്ല പറയുന്നത്. Are you listening to me? നിങ്ങൾ എന്നെ It's not കേൾക്കുന്നുണ്ടോ? a weekly Sabbath day. എല്ലാ ആഴ്ചയുമുള്ള ശബത്ത് ദിവസത്തെ കുറിച്ചല്ല പറയുന്നത്. Jewish people still celebrate Sabbath every week. എല്ലാ ആഴ്ചയിലും യഹൂദന്മാർ ശബത്ത് ആചരിക്കാറുണ്ട്. And the Christians all over, they think that their Sabbath is on Sunday. ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നു അവരുടെ ശബത്ത് ഞായറാഴ്ചയാണെന്ന്. But it's not like that. അതങ്ങനെയല്ല. The New Testament Sabbath is not on Saturday, it is not on Sunday, it is not on Friday. The New Testament Sabbath is lifelong. പുതിയ നിയമത്തിലെ ശബത്ത് എന്നുള്ളത് ശനിയാഴ്ചയല്ല, ഞായറാഴ്ചയല്ല, വെള്ളിയാഴ്ചയുമല്ല, നിങ്ങളുടെ ജീവിതകാലം മുഴുവനുള്ളൊരു കാര്യമാണത്. ആദ്യമേ ക്യാമ്പിന് വന്നപ്പോൾ ഞാൻ കരുതിയതെന്ന് വെച്ചാൽ ബോറായിരിക്കും. ഇവിടെ വന്ന് കർത്താവിനെ ഒന്ന് തുറന്ന് ആരാധിച്ചപ്പോൾ മനസ്സ് കിട്ടിയ സന്തോഷം അത് വേറെ എങ്ങും കിട്ടാത്ത. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. ഉള്ളിൽ വിശ്വസിക്കുക, ഇതെൻ്റെ സമയമാണ്, യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. കർത്താവെ, ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മസിലുകൾ വീക്കായിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മുതൽ മസിലുകൾ സ്ട്രോങ് ആകാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം സ്ട്രോങ് ആകാൻ തുടങ്ങട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ശരീരം വളരെ പല നിലകളിൽ വീക്കായിക്കൊണ്ടിരിക്കുന്നു, ശരീരം മൊത്തം വീക്കാവുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥികളെല്ലാം ദ്രവിച്ചു പോകുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതുണ്ടാകരുത്. കൊളസ്ട്രോൾ പ്രോബ്ലം നോർമലായി തീരട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ പ്രഷർ, ഷുഗർ,
നോർമലായി തീരട്ടെ. താങ്ക് യു ജീസസ്. ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഗോൾ ബ്ലാഡർ, പിത്താശയത്തിന് തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുപോലെ വയറിനകത്തുള്ള ചില തകരാറുകൾ, പൈൽസ് രോഗം, ഹെർണിയ, ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫിസ്റ്റൂല സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ, അലർജികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പുകവലി നിർത്തുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ചിലരെ കർത്താവ് വ്യക്തമാണ്. ദിസ് ഈസ് വെരി വെരി പവർഫുൾ ആൻഡ് ക്ലിയർ. പുകവലി, അതുപോലെ മദ്യപാനം നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ചില വ്യക്തികൾ, അതുപോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ, ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിലും ദുശീലങ്ങൾക്ക് അടിമകളായിട്ടുള്ള വ്യക്തികൾ, യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ let the power of the Holy Spirit touch them and deliver them, set them free in the name of Jesus. Thank you Lord. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇനി നിങ്ങളുടെ പ്രശ്നമോ രോഗമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വിശ്വസിച്ച് സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നീ അവരോരോരുത്തരെയും തൊടുന്നതിനാൽ നന്ദി. ബ്ലസ് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്ന. നാളത്തേത് കാണാതിരിക്കരുത്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. വിന്നേഴ്സ് ഫാക്ടറി വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലുമുണ്ട്. ആശിഷ് മാരി, സർമൺ നോട്ട് കീപ്പർ, സോങ് ബുക്ക്, ഇങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നിങ്ങൾക്ക് സ്വന്തമാക്കാം. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111.